നമസ്കാരം. ഇന്ന് അഗ്നിപർവ്വതം എന്ന പ്രകൃതി ദുരന്തത്തെപ്പറ്റിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിസിലിയിലെ മൗണ്ട് എറ്റ്ന. 100ഓളം സ്ഫോടനങ്ങളിലൂടെ 50,000-ലധികം പേരെ കൊന്നൊടുക്കുകയും ഭീകരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്ത മൗണ്ട് എറ്റ്ന ഇന്നും നാട്ടുകാർക്ക് ഒരു പേടി സ്വപ്നമാണ്. 1200 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന എറ്റ്ന പർവ്വതത്തിന് 10,000 അടിയിലേറെ ഉയരമുണ്ട്. ഓരോ സ്ഫോടനവും എറ്റ്നയുടെ ഉയരം കുറയ്ക്കുന്നു. ചൂടുകാലത്തൊഴികെ മറ്റെല്ലാ സമയത്തും മഞ്ഞുകൊണ്ട് മൂടിയ പർവ്വതമാണ് എറ്റ്ന. പല കാലങ്ങളിലായി ലാവ ഒഴുകി ഫലപുഷ്ടമായ പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ 16 പ്രാവശ്യം, 19-ാം നൂറ്റാണ്ടിൽ 19 തവണയും 20-ാം നൂറ്റാണ്ടിൽ 9 തവണയും എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. 1923, 1947, 1950 വർഷങ്ങളിൽ എറ്റ്നയിൽ സ്ഫോടനങ്ങൾ നടന്നു. 1950-ലെ സ്ഫോടനത്തിൽ റെനാസോ എന്നൊരു ഗ്രാമം മുഴുവനായി നശിച്ചുപോയി. തുടർന്ന് 1981, 1986, 1992, 1994, 2000 വർഷങ്ങളിലും എറ്റ്ന തീതുപ്പി. 2001-ലാണ് ഏറ്റവും ഒടുവിൽ എറ്റ്ന പൊട്ടിത്തെറിച്ചത്. 24 മണിക്കൂർ കൊണ്ട് രൂപമെടുത്ത ഒരു ദ്വീപ് ഐസ്ലൻഡിൻ്റെ തെക്കൻ തീരത്തുണ്ട്. അതിൻ്റെ പേര് സർട്ട്സേ എന്ന ആണ്. ഈ ദ്വീപ് 1963 നവംബർ 15-ന് ആണ് രൂപമെടുത്തത്. കടലിനടിയിലെ സറ്റർ എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുണ്ടായ ലാവാ പ്രവാഹമായിരുന്നു ഈ ദ്വീപ് ഉണ്ടാകുവാനുള്ള കാരണം. അതുപോലെ ഫിലിപ്പൈൻസിലെ വമ്പൻ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് പിനാറ്റുബോ. 500 വർഷമായി നിശബ്ദനായിരുന്ന പിനാറ്റുബോയെ ഉറങ്ങുന്ന ഭീമനെന്നാണ് ഫിലിപ്പൈൻസിലെ നാട്ടുകാർ വിളിച്ചിരുന്നത്. പലരും ഈ പർവ്വതത്തെ ഒരു വിശുദ്ധ സ്ഥലമായി കരുതിപ്പോന്നു. എന്നാൽ ഉറക്കം മതിയാക്കിയ പിനാറ്റുബോ 1991-ൽ ഒന്ന് ഉറക്കെ ഗർജിച്ചു. 20-ാം നൂറ്റാണ്ടിലെ രണ്ടാമത്തെ വലിയ അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു അത്. 9 മണിക്കൂർ നീണ്ട സ്ഫോടനത്തിൽ 15 മുതൽ 20 വരെ മില്യൺ ടൺ സൾഫർ ഡയോക്സൈഡ് ഈ പർവ്വതം അന്തരീക്ഷത്തിലേക്ക് തള്ളി. ഉയർന്നു പൊങ്ങിയ പുകപടലം 34